മാതാ അമൃതാനന്ദമയിക്കെതിരെ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം ഹോളി ഹെൽ എ മെമ്മോർ ഓഫ് ഫെയ്ത്ത് ഡിവോഷൻ ആൻഡ് പ്യുവർ മാഡ്നസ്. അത് ഗെയിൽ ട്രെഡ്വെൽ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം പുറത്തു വന്ന സമയത്ത് കൈർലി ടി വി, അന്ന് ജോൺ ബ്രിട്ടാസാണ് അമേരിക്കയിൽ വെച്ച് ഇവരുടെ അഭിമുഖം എടുക്കുകയും അത് വളരെ വിശദമായി, എനിക്ക് തോന്നുന്നു 2 എപ്പിസോഡ് കൈർലി ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നത് അത്രയും പോകണ്ട എന്ന് പറഞ്ഞ് പാർട്ടി ജോൺ ബ്രിട്ടാസിനെയും കൈർലിയെയും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറഞ്ഞെങ്കിലും ആ നിലപാടായിരുന്നു പാർട്ടിയുടേത്. ഇതിനകത്തല്ല എല്ലാം, ഇപ്പോൾ ഒരാളെ നമ്മൾ കാണുന്നു, നമ്മൾ ഹസ്തദാനം ചെയ്യുന്നു, നമ്മൾ ചുംബിക്കുന്നു, അല്ലെങ്കിൽ നമസ്തേ പറയുന്നു, ഇതിനൊക്കെ വളരെ വ്യക്തിപരമായൊരു തലമുണ്ട്, മറ്റേത് അതിൻ്റെ ഒരു രാഷ്ട്രീയ തലമുണ്ട്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിൽ ഇടതു പാർട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് കേരളം നൽകുന്ന ഒരു സ്ഥാനമുണ്ട്. അത് കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഏതെങ്കിലും പാർട്ടികൾക്കോ കൊടുക്കുന്ന ഒരു സ്ഥാനമല്ല. ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ ആഡംബര കാറിൽ പോകുന്നതും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആഡംബര കാറിൽ പോകുന്നതും തമ്മിൽ ഇപ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു പ്രശ്നമാണെന്നേ. അതുകൊണ്ടാണ് അവസാനം സഹി കെട്ടിട്ട് ഇ പി ജയരാജൻ ചോദിച്ചത്, അതെന്താ ഞങ്ങൾ എല്ലാ കാലത്തും പരിപ്പുടയും കട്ടൻ ചായ മാത്രം കഴിച്ചിരുന്നാൽ മതിയോ, ഞങ്ങൾക്ക് വേണ്ട ഒരു ജീവിതം എന്ന മട്ടിൽ ചോദിച്ചത്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷത്തിനുള്ളൊരു സ്പേസ്, അത് വളരെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ നിലപാടും അതുപോലെ തന്നെ മതം സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തോടും അന്ധവിശ്വാസങ്ങളോടുള്ള എതിർപ്പുമൊക്കെയാണ്. അതുകൊണ്ടാണ് മാതാ അമൃതാനന്ദമയിക്കെതിരായ പുസ്തകത്തെക്കുറിച്ച് ശക്തമായ നിലപാടെടുക്കാൻ കേരളത്തിൽ ഒരു ഇടതുപക്ഷം മാത്രം ഉണ്ടായത്.